നമസ്കാരം ഗൈസ്, ഇന്ന് നമ്മൾ ഒബ്രോൺ മാളിലാണ് ഉള്ളത്. അവിടെ വന്നതേ ഈ കാറും കാര്യങ്ങളൊക്കെ കണ്ടപ്പം റുക്കുന് അതിലൊന്ന് റൈഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ അച്ഛനും മോളും കൂടി ഇത് സെറ്റാക്കി. കിച്ചു ഞാനും പതുക്കെ ചെന്നുകൊണ്ട് തന്നെ കിച്ചുവിന് ആദ്യത്തെ റൗണ്ടിൽ കയറാൻ കഴിഞ്ഞില്ല. അപ്പോൾ ചേച്ചി എങ്ങോട്ടാണ് പോണേന്ന് അറിയാണ്ട് പാവം വിഷമിച്ച് നോക്കി പുറകെ പോവുകയാണ്. ചേച്ചീനെ പിടിച്ചെടുത്ത് അനിയത്തി കുട്ടിയുടെ കൂടെ കയറിയിട്ടുണ്ട്. കുറേ നാളുകൾക്ക് ശേഷം അവരൊന്ന് മോളിൽ കയറിയതാണ്. അപ്പം രണ്ടാളും ഒന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. റൈഡൊക്കെ കഴിഞ്ഞ് വണ്ടി നിർത്താറായപ്പോഴാണ് ശരത്തേട്ടന് ശരിക്കും പണി കിട്ടിയത്. തീരുമാനമായി മക്കളെ, തീരുമാനമായി. ചേച്ചി ഇറങ്ങിക്കോട്ടെ, ഞാൻ ഇറങ്ങൂല, അച്ഛൻ പോയിക്കോ. ഈ മോഡാണ് കക്ഷി. എന്നെ വീട്, ഞാൻ വരൂലേ എന്നുള്ളൊരവസ്ഥ. അവിടെ ഇരിക്കുകയാണെന്ന് ഞാനും കൂടി കയറട്ടെ അച്ഛാണ്. ഒരുവിധം എന്തൊക്കെയോ പറഞ്ഞ് അടുത്ത കാറിലേക്ക് കയറ്റിയിരുത്തി പറ്റിച്ചതാണ് പാവത്തിന്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അടുത്ത എസ്കലേറ്റർ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ആദ്യമായിട്ടാട്ടോ കിച്ചൺ എസ്കലേറ്ററിൽ അങ്ങനെ നിർത്തിക്കൊണ്ടുപോണത്. കുപ്പാച്ചി ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഈ ലൈറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കും പോരുന്നുണ്ടായില്ല രണ്ടുപേരും. പിന്നെ കുറച്ച് നേരം അവരുടെ ഇഷ്ടത്തിന് നടക്കട്ടെ വിചാരിച്ച് അവിടെ വിട്ടു. അങ്ങനെ ഒരുവിധം കുപ്പാച്ചീൻ്റെ മുന്നിൽ നിന്നൊക്കെ പോന്ന് നമ്മൾ ഒബ്രോൺ മാളിലെ പ്ലേ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറുമോ എന്നുള്ള ആശങ്കയിൽ ഇതാ പിണങ്ങി നിൽക്കുകയാണ് രുക്കുമോള്. പിണക്കം മുന്നിലാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് പിന്നെ അച്ഛാ 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 വിളി തന്നെ നടക്കുകയുള്ളൂ. അപ്പോൾ അതാ ഒരു ചേച്ചി കളിക്കാൻ വന്നപ്പോൾ കിച്ചുമോളും ഓടി അച്ഛൻ്റെ കാലെ പിടിച്ചു. അച്ഛക്കുട്ടികളാണ് രണ്ടാളും. അവരുടെ താല്പര്യങ്ങൾ കണ്ട് പ്ലേ ഏരിയയിൽ നമ്മളിതാ കയറി. കിച്ചു 2 വയസ്സിൽ താഴെയുള്ള കുട്ടിയായതുകൊണ്ട് ഒരു അഡൾട്ട് കൂടെ നിർബന്ധമാണ്. അപ്പം ഞാനും ഉണ്ട് കൂടെ. ചേച്ചീനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ള ആലോചനയിലാണ്. ചേച്ചി പോകുന്ന പുറകെ തന്നെ എല്ലാത്തിലും പോകാനായിരുന്നു താല്പര്യം. അങ്ങനെ ഒന്നൊന്നായിട്ട് ഓരോ സാധനങ്ങളും എന്താണെന്നും എങ്ങനെയാണെന്നും പരീക്ഷിച്ച് നോക്കി 2 പേരും നടന്നു. എത്ര സമയം വരെ നമുക്കവിടെ നിൽക്കാമെന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ലിപ്പാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. കിച്ചൺ സെറ്റും സ്ലൈഡും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന സൈക്കിൾസും അതും ഇതുമായി ഗംഭീരമായിട്ട് അവരവരുടെ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യായിരുന്നു. കൂട്ടുകാരും ഉണ്ട്. പക്ഷേ കൂടി കളിക്കാൻ മാത്രം ആരും താല്പര്യപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. 2 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കൂടെയൊക്കെ പേരൻസ് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. കിച്ചൺ സെറ്റ് കണ്ടപ്പോൾ അവിടേക്ക് ഓടി കയറിയിട്ടുണ്ട് രുക്കുമോളും കിച്ചുമോളും.
അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ സോക്സും കാര്യങ്ങളൊക്കെ വാങ്ങി അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയതായി ഇത്രയും നേരം കളിച്ച് ചിരിച്ച് സമയം തീരാറായെന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് കൂടുതൽ കളിക്കാൻ താല്പര്യം. ഇറങ്ങിപ്പോരാൻ രണ്ടാൾക്കും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഒരു ഈവനിങ് രണ്ടുപേരും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. നിങ്ങൾക്കും ഇവിടെ പോയി എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. നല്ലൊരു സ്പേസാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെയും ബൈ.